നമസ്കാരം. ഞാൻ ആറ്റേൽ പുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചിങ്ങമാസ ഫലമാണ്. അതായത് 1200 വർഷം ചിങ്ങമാസ ഫലം. അപ്പോൾ ഈ വരുന്ന കർക്കടകം 32-ന് വെള്ളിയാഴ്ച രാത്രി 7:36 ചിങ്ങരവി സംക്രമം. അപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് ആഗസ്റ്റ് 16 മുതൽ, അതായത് 2024 ആഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 16 വരെ ഒരു മാസ ഫലമാണ് പറയുന്നത്. അപ്പം മേടം മുതൽ മീനരാശി വരെ എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് എങ്ങനെ. അശ്വതി, ഭരണി, കാർത്തികകാൽ ഇവർക്ക് രവിയുടെ സ്ഥിതി 5-ലാണ്. ഇപ്പോൾ വ്യാഴൻ്റെ സ്ഥിതി 2-ലാണ്. 12 സർപ്പൻ്റെ സ്ഥിതി. അപ്പം ഈ മാസം മുഴുവൻ 5-ാം ഭാവം രവി സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലതാണ്, സ്വക്ഷേത്രനാണ്. പിന്നെ 11-ൽ ശനിയുടെ ദൃഷ്ടി വരുന്നത് നമുക്ക് ചെറിയ തടസ്സങ്ങളുണ്ടാക്കും. അപ്പോൾ ശനി രവി ദൃഷ്ടി എന്ന് പറയും, ശത്രുഗ്രഹങ്ങളാണ് ദൃഷ്ടി. ഇപ്പോൾ എങ്ങനെ പറയാം, ലാഭത്തിൽ എന്തെങ്കിലും ഗസ്സിങ് തെറ്റാനോ, അത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. നമുക്ക് 2-ൽ വ്യാഴൻ ഉണ്ടെങ്കിലും ചൊവ്വയും കുജനും 2-ലാണ് സഞ്ചാരം. ആഗസ്റ്റ് 26-ന് ശേഷം 3-ലാണ് സഞ്ചാരം മിഥുനത്തിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആകും. എന്നാൽ മാസം മുഴുവനും ശനി രവി ദൃഷ്ടി, അത് ദോഷകാലം എന്ന് പറയും. അപ്പോൾ 11 5-ാം ഭാവാധിപനായതുകൊണ്ട് ഇല്ലീഗലായിട്ട് ഒരു പ്രവൃത്തികളും ചെയ്യരുത്. ഗവൺമെൻറ് കാരകനായ രവിയുടെ ദൃഷ്ടി ശനിക്ക് വരുന്നതും ശനിയുടെ ദൃഷ്ടി രവിക്ക് വരുന്നതും അത്ര നല്ല സമയമല്ല, വളരെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മാക്സിമം ഒരു ബുദ്ധിക്കൊക്കെ ഉണർവ് കുറയുന്ന സമയമാണ്. എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മിസ്സിങ് ആവാനോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റം വരാനോ, ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾക്ക് ഇടയാവാനോ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ നമുക്ക് എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥിനികളൊക്കെ ഈ കാലയളവ് നമുക്ക് കുറച്ച് ശ്രദ്ധ വേണം. അപ്പം ശനി രവി ദൃഷ്ടിക്ക്, അതായത് സൂര്യൻ ശനി പാർവി എന്ന് പറയും. അപ്പോൾ സ്വക്ഷേത്രനായ രവി സ്വക്ഷേത്രനായ ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് ശത്രുഗ്രഹങ്ങളാണ് 2. അപ്പോൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ ജലധാര കൊടുക്കുന്നത്, കൂവളമാല സമർപ്പിക്കുന്നതും പ്രദോഷം തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. നമുക്ക് ആഗസ്റ്റ് 26-ന് കുജമാറ്റം മിഥുനത്തിലാകിയാൽ, അപ്പോൾ ധൈര്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് മേടക്കൂറുകാർക്ക്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു അനുഭവങ്ങളും ബിസിനസ് മേന്മയൊക്കെ ഉണ്ടാവും. പ്രായമായവരുണ്ടെങ്കിലും ഈ കാലയളവ് രാത്രി യാത്ര ഒഴിവാക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്, ശനി രവി ദൃഷ്ടി വരുന്നത് അത്ര നന്നല്ല. ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക, ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. പിന്നെ മറ്റുള്ള മേഖലയിൽ നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പ് മേഖല, അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ. അപ്പം ശനി എന്ന് പറയുന്നത് നമുക്ക് കാറ്റിൻ്റെ അധിപനും സൂര്യൻ ആഗ്നേയ ഗ്രഹം എന്ന് പറയും, അതായത് തീൻ്റെ അഗ്നിയുടെ ആളാണ്. അപ്പം എന്ത് അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധ വേണം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരാര ഇവർക്ക് രവിയുടെ സ്ഥിതി 4-ലാണ്. അതായത് സൂര്യൻ്റെ സഞ്ചാരം 4-ാം ഭാവത്താണ് ചിങ്ങത്തിൽ. അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനിയുടെ സ്ഥിതി, 4-ലെ രവിയുടെ സ്ഥിതി, ദൃഷ്ടിദോഷം വരികയാണ്. വളരെ ശ്രദ്ധ വേണം ഈ കാലയളവ്. രാത്രി യാത്ര ഒഴിവാക്കുക. ഇപ്പോൾ മനസ്സിലൊക്കെ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള അവസരമാണ്. മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. അതിപ്പോൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മനസ്സിന് ചെറിയ സംഘർഷം ഈ മാസം മുഴുവൻ അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. പിന്നെ ആഗസ്റ്റ് 26-ന് ശേഷം കുജൻ്റെ സഞ്ചാരം 2-ലാണ്. അപ്പം ചെലവ് കൂടും. അപ്പം 2-ാം ഭാവം പാവഗ്രഹസ്ഥിതി, 4-ലെ പാവഗ്രഹസ്ഥിതി, കർമ്മസ്ഥാനം 10-ൽ പാവഗ്രഹത്തിൻ്റെ സ്ഥിതി വളരെ ശ്രദ്ധിക്കുക. അതിലും പ്രധാനമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ കാലയളവ് അലസത കൂടുന്ന സമയമാണ്. എന്തുകൊണ്ടും ഈ കാലയളവ് ഇടവക്കൂറുകാർക്ക് അത്ര നല്ലതല്ല. അതായത്
ചിങ്ങമാസം മുഴുവനും. പിന്നെ 4-ാം തീയതിക്ക് ശേഷം, സെപ്റ്റംബർ 4-ന് ശേഷം 4-ൽ ബുധൻ്റെ സഞ്ചാരം നമുക്ക് ചെറിയ ഒരു സഹായം ചെയ്യും. 2-ാം ഭാവാധിപനായ ബുധൻ്റെ സഞ്ചാരം മിത്രഗ്രഹമായ ശനിയുടെ ദൃഷ്ടിയേറ്റ് മിത്രഗ്രഹമായ സൂര്യൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ആ ഒരു കാലയളവ് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എന്തായാലും പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവഭഗവാന് ജലധാര നടത്തുക, കൂവളമാല സമർപ്പിക്കുക, പ്രദോഷം തൊഴുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് എങ്ങനെ. മകര, തിരുവാതിര, പുണർന്ന മുക്കാല് ഇവർക്ക് നിലവിൽ 12-ൽ വ്യാഴൻ്റെ സ്ഥിതി. ഈ ചിങ്ങമാസം മുഴുവനും രവിയുടെ സഞ്ചാരം, അതായത് സൂര്യൻ്റെ സഞ്ചാരം ചിങ്ങത്തിൽ 3-ാം ഭാവത്താണ് സഞ്ചാരം. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹം 3-ൽ സൂര്യൻ്റെ സഞ്ചാരം നമുക്ക് ഹെൽപ്പാണെങ്കിലും ശനി സൂര്യദൃഷ്ടി, അതായത് ശനിയുടെയും രവിയുടെയും ദൃഷ്ടി അത്ര നന്നല്ല. എന്തൊരു സംരംഭവും ഈ കാലയളവ് വേണ്ട. ചിങ്ങമാസം മാറ്റിവെക്കുക. കന്നി കൊള്ളില്ല, നമുക്ക് തുലാത്തിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ തുലാമാസം ചെയ്യാം. ഈ മാസം മുഴുവനും വളരെ ശ്രദ്ധ വേണം. കുടുംബപരമായിട്ടൊക്കെ എങ്ങനെ പറയാം, നമുക്ക് വസ്തുതർക്കം ഉണ്ടാവാനോ സഹോദരങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാനുള്ള അവസരം കാണുന്നു. പിന്നെ ജോലി നിമിത്തം ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും ജോലി ഭാരം കൂടുന്ന സമയമാണ്. അതും കൂടുതൽ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. പിന്നെ ബിൽഡേഴ്സിന്, അതായത് ഒരു 10-100 പേരെ വെച്ച് ജോലി എടുപ്പിക്കുന്ന ബിൽഡേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഈ കാലയളവ് ജോലി ഭാരം കൂടും. അതായത് നമ്മളെ തൊഴിലാളികളെ കൊണ്ട് എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അലസതയാണ് ഈ കാലയളവ് കാണുന്നത്. പരീക്ഷാ വിജയം കൈവരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടും. പ്രായമായവരുണ്ടെങ്കിലും ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവഭഗവാന് ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും പ്രദോഷം തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ജന്മത്തിലെ, അതായത് ആഗസ്റ്റ് 26-ന് ശേഷം കുജൻ്റെ സഞ്ചാരം രാശിയിലാണ്. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ചിങ്ങമാസം മുഴുവനും വളരെ ശ്രദ്ധ വേണം മീനക്കൂറുകാർക്ക്. ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെ. പുണർന്നംകാല്, പൂയം, ആയില്യം ഇവർക്ക് 2-ലാണ് സൂര്യൻ്റെ സഞ്ചാരം. അതായത് ഈ വരുന്ന 2024 16-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങരവി സംക്രമമാണ് രാത്രി, സെപ്റ്റംബർ 16 വരെ. അപ്പോൾ ഒരു മാസ കാലയളവാണ് സൂര്യൻ്റെ സഞ്ചാരം ചിങ്ങത്തിൽ. അപ്പോൾ 8-ലാണ് ശനിയുടെ സഞ്ചാരം. അപ്പോൾ പരസ്പര ദൃഷ്ടി, അതായത് സൂര്യനും ശനിയുടെ ദൃഷ്ടി ദോഷമുളവാക്കുന്നതാണ്. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, 7-8-ാം ഭാവാധിപനായ ശനിയുടെ സ്ഥിതി 8-ലാകിയാൽ സൂര്യൻ്റെ ദൃഷ്ടി ഏറ്റി നിൽക്കിയാൽ വളരെ ശ്രദ്ധ വേണം. കൊടുക്കൽ വാങ്ങലിൽ വളരെ ശ്രദ്ധ വേണം. ഏതെങ്കിലും വാഗ്ദാനങ്ങളിൽ പോയി പെടരുത്. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കുന്നത്, നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. അത് പ്രായമായവരിൽ, കുട്ടികളുണ്ടെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. പിന്നെ പഠനത്തിലേക്ക് പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു ഒരു മാസ കാലയളവ്. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവ അമ്പലത്തിൽ ജലധാരയ്ക്ക് കൊടുത്ത് കൂവളമാല സമർപ്പിച്ച് പ്രദോഷം തൊഴുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ആഗസ്റ്റ് 26-ന് ശേഷം കുജൻ്റെ സ്ഥിതി 12-ലാണ് മിഥുനത്തിൽ. അതും നമുക്കത്ര നന്നല്ല. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കണം. അപ്പം രാശിക്ക് ഇരുപുറവും പാപഗ്രഹം. 2-ലെ സൂര്യൻ്റെ സ്ഥിതി പാവനാണ്, കുജൻ്റെ സ്ഥിതി 12-ൽ പാവനാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഇപ്പം മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അപവാദം വരാനുള്ള ഇട കാണുന്നു. ഈ ചിങ്ങമാസം മുഴുവനും വളരെ ശ്രദ്ധ വേണം. പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. മകം, പൂരം, ഉത്തരം കാലടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് രാശിയിലാണ് സൂര്യൻ്റെ സഞ്ചാരം. അപ്പോൾ നിലവിൽ കണ്ടകനാണ്, 7-ൽ ശനിയുടെ സ്ഥിതിയുണ്ട്. വളരെ ശ്രദ്ധ വേണം. ഈ ഒരു മാസ കാലയളവ്, അതായത് 2024 ആഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 16 വരെ. ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ 10-ലാണ് വ്യാഴൻ്റെ സ്ഥിതി. തൊഴിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും തൊഴിൽ മാറാനുള്ള അവസരം കാണുന്നു.
ആദ്യ സമയം തൊഴിൽ മാറിയാലും ആദ്യ സമയം 1 മാസ കാലയളവ് നമുക്ക് ജോലിഭാരം കൂടും. അത് ഈ ശനി സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ടാണ്. വളരെ ശ്രദ്ധ വേണം. പിന്നെ സെപ്റ്റംബർ 4 ശേഷം നമുക്ക് ബുധൻ്റെ സ്ഥിതി നമുക്ക് സപ്പോർട്ടീവായിട്ട് വരും. രാശിയിൽ ബുധൻ്റെ സ്ഥിതി നമുക്ക് വളരെ നല്ലതാണ്. 2 ഭാവാധിപനായ ബുധൻ രാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യനും മിത്രമാണ്, ശനിക്കും മിത്രമാണ്. അപ്പോൾ നമുക്ക് ദോഷകാഠിന്യം കുറയും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. പരിഹാരാർത്ഥം ശനിയുടെ സ്ഥിതിക്ക് വൃദ്ധസദനത്തിൽ ഓണം വരെയല്ലേ ഫുഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ക്ഷേത്രപരിഹാരം പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ ജലധാര കൊടുക്കുന്നതും കൂവളമാല സമർപ്പിച്ച് പ്രദോഷം തൊടുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പ്രായമായവരുണ്ടെങ്കിലും ഈ കാലയളവ് രാത്രി യാത്ര ഒഴിവാക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. അത് കുട്ടികളിലും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക്. അതായത് 1200 വർഷം ചിങ്ങമാസ ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര ഇവർക്ക് 12-ലാണ് രവിയുടെ സ്ഥിതി. അതായത് 1 മാസ ഫലമാണ് പറയുന്നത് ചിങ്ങമാസ ഫലം. ഈ വരുന്ന ആഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 16 വരെ. അപ്പോൾ കന്നിക്കൂറിന് 12-ലാണ് രവിയുടെ സ്ഥിതി. സ്വക്ഷേത്രനാണെങ്കിലും 6-ലെ ശനിയുടെ ദൃഷ്ടി രവിക്ക് വരെയാണ്. അതുപോലെ തിരിച്ചും. അപ്പോൾ ഈ കാലയളവ് നമുക്ക് ഭാഗ്യസ്ഥാനത്ത് ഗുരുവും സഞ്ചരിക്കുന്ന ആണെങ്കിലും ഈ കാലയളവ് 12-ലെ സൂര്യൻ്റെ സ്ഥിതി ശനിയുടെ ദൃഷ്ടി ഏറ്റു നിൽക്കിയാൽ വളരെ ശ്രദ്ധ വേണം. അതായത് അലച്ചിൽ കൂടുന്ന മാസം. അതിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, മറ്റുള്ള അതായത് ബിൽഡേഴ്സ്, വർക്ക്ഷോപ്പ് മേഖല, റെയിൽവേ തൊഴിലാളി, പിന്നെ നേഴ്സിംഗ് മേഖല, ഇവർക്കൊക്കെ ജോലി ഭാരം കൂടുന്ന സമയമാണ് ഈ കാലയളവ്. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലി ഭാരം കൂടും. എന്തുകൊണ്ട് ഈ 1 മാസ കാലയളവ് നമുക്ക് അലച്ചൽ കൂടുന്ന മാസമാണ്. വളരെ ശ്രദ്ധ വേണം. രാത്രി യാത്ര ഒഴിവാക്കുക. കുട്ടികളാണെങ്കിലും പഠനത്തിലേക്ക് പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് അത്ര നന്നല്ല കാണുന്നത്. ലാഭവിഹിതം കുറയാനോ അല്ലെങ്കിൽ ഗസ്സിങ് തെറ്റാനുള്ള അവസരം കാണുന്നു. ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. പിന്നെ മറ്റുള്ള മേഖലയിലുള്ളവരൊക്കെ ഇല്ലീഗലായിട്ടൊന്നും പ്രവർത്തിക്കുന്നത് അത്ര നന്നല്ല. നമുക്ക് നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. അത് പ്രത്യേകിച്ച് ശനി സൂര്യദൃഷ്ടി എന്ന് പറയുന്നത് 2 ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 2 പേര് നിൽക്കുന്നതും സ്വക്ഷേത്രനാണ്. അപ്പം ബലാബലം നോക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ഗ്രഹദൃഷ്ടി എന്ന് പറയും. അത് നമുക്ക് ചെറിയ ദോഷമുള്ളതാക്കും. രാത്രി യാത്ര ഒഴിവാക്കുക. പ്രായമായവരുണ്ടെങ്കിലും ദൂരയാത്രയൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കാണുന്നത്. പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അപവാദം വരാതെ ശ്രദ്ധിക്കുക. പിന്നെ ആഗസ്റ്റ് 26-ന് ശേഷം കുജൻ്റെ സ്ഥിതി മിഥുനത്തിലാണ്. അപ്പോൾ രാശിക്ക് കുജൻ്റെ ദൃഷ്ടി വരുന്നതും അത്ര നന്നല്ല. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് എങ്ങനെ. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് ഇവർക്ക് നിലവിൽ 7-ാം ഭാവാധിപനായ ചൊവ്വയും 6-ാം ഭാവാധിപനായ ഗുരുവും 8-ലാണ് സഞ്ചാരം. രവി വരുന്നത് 11-ാം ഭാവമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 5-ലെ ശനിയുടെ ദൃഷ്ടി 11-ലെ രവിക്ക് പതിക്കിയാൽ തിരിച്ചും അതേപോലെ. അപ്പോൾ ഇതിൽ ലാഭവിഹിതം കുറയും. ഗസ്സിങ് വളരെ ശ്രദ്ധിച്ച് വേണം എന്ത് ഗസ്സിങ്ങും ചെയ്യാൻ. ലാഭം കൂടുമെങ്കിലും അതിലേക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. ഗവൺമെൻറ് തലത്തിലൊക്കെ നമുക്ക് ലാഭം ഉണ്ടെങ്കിലും ചെറിയ അതായത് തടസ്സങ്ങൾ കാണുന്നു. പിന്നെ ആഗസ്റ്റ് 26-ന് ശേഷം കുജൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്താണ്. അത് ശത്രു ക്ഷേത്രമാകിയാൽ ഭാഗ്യപരീക്ഷണമൊന്നും ഈ കാലയളവിൽ വേണ്ട. വാഗ്ദാനങ്ങളിൽ പോയി പെടരുത്. ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. 11-ലെ രവി നമുക്ക് സപ്പോർട്ടീവ് ആണെങ്കിലും ശനി ദൃഷ്ടി വരികയാൽ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പിന്നെ കുടുംബപരമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ വഴക്ക് വരാനോ അല്ലെങ്കിൽ വസ്തുതർക്കം വരാനുള്ള അവസരം കാണുന്നു. അത് മൂത്ത സഹോദരങ്ങൾ വഴി. പിന്നെ പിതാവിങ്കിൽ നിന്നും എന്തെങ്കിലും ധനസഹായം കിട്ടാൻ അവസരം ഉണ്ടെങ്കിലും അത് ഈ കാലയളവ് തടസ്സപ്പെടും.
ഗവൺമെൻറ് തലത്തിലും ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം ശിവഭഗവാൻ ജലധാര നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. അതും പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ കൂവളമാല സമർപ്പിക്കുക, പ്രദോഷം തൊഴുക, ദോഷകാഠിന്യം കുറയും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കാർക്ക് എങ്ങനെ. വിശാഖംകാല്, അനിഴം, തൃക്കേട്ട ഇവർക്ക് 8-ലാണ് ചൊവ്വയുടെ സ്ഥിതി, അതായത് 26-ന് ശേഷം ആഗസ്റ്റ്. അപ്പം മാസഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10-ലെ രവിയുടെ സഞ്ചാരം, 4-ലെ ശനിയുടെ സഞ്ചാരം, പരസ്പര ദൃഷ്ടി ദോഷകാലം. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. അതും പ്രത്യേകിച്ച് ക്യാബ് വെച്ച് നടത്തുന്നവർ, ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവർ, അതായത് ആഗ്നേയ ഗ്രഹമായ രവിയും കാറ്റിൻ്റെ അധിപനായ ശനിയും പരസ്പര ദൃഷ്ടി വരുന്നത് നമുക്ക് ചെറിയ ദോഷം ഉളവാക്കും. ഇപ്പം മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും ഇപ്പം നഴ്സിംഗ് മേഖല, റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർ, അഗ്നി കൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് അത്ര നന്നല്ല. അതിലെ വ്യാൻ്റെ സ്ഥിതി ഉണ്ടെങ്കിലും നമുക്ക് ബിസിനസ് പരമായിട്ടൊക്കെ ചെറിയ തടസ്സങ്ങൾ കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് പരീക്ഷാ വിജയം കൈവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിസിനസ് മേഖലയിലുള്ളവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. കർമ്മസ്ഥാനത്ത് രവി നിൽക്കുന്നത് ശനിയുടെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്നത് അത്ര നന്നല്ല. ഇല്ലീഗലായിട്ടൊന്നും പ്രവർത്തിക്കരുത്. നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള അവസരം കാണുന്നു. നിയമ നടപടി, അത് ഗവൺമെൻറ് ഇന്നലെ എന്തെങ്കിലും നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. ലോൺ ഇത്യാദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചു തീർക്കുക, അതും നമുക്ക് പ്രശ്നം ഉളവാക്കും. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ ജലധാര നടത്തുക, കൂവളമാല സമർപ്പിച്ച് പ്രദോഷം തൊഴുക, ദോഷകാഠിന്യം കുറയും. ഇനി അടുത്ത് നോക്കാൻ വന്നത് ധനുക്കൂറുകാർക്ക് ഇങ്ങനെ. മൂലം, പൂരാടം, ഉത്രാടം കാല് അടങ്ങുന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് രവിയുടെ സഞ്ചാരം. അപ്പം നിലവിൽ 3-ൽ വക്രഗതിയായിട്ടുള്ള ശനിയുടെ സഞ്ചാരമുണ്ട്, പരസ്പര ദൃഷ്ടിയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ വഴി എന്തെങ്കിലും പ്രശ്നം വരാനോ സാധ്യത കാണുന്നു. അതായത് ഇളയ സഹോദരങ്ങൾ വഴി എന്തെങ്കിലും പ്രശ്നം വരാനോ അവരുമായിട്ട് കലഹിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഭൂസ്വത്തിൽ പങ്കുവയ്ക്കാനുള്ള, അതായത് ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തർക്കം വരാനുള്ള അവസരം കാണുന്നു. ഈ കാലയളവ് അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ജോലിക്ക് നിർത്തുന്ന, ഇപ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ജോലിക്ക് ആളെ നിർത്തി കാണും, അതായത് ലേബേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. അത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ഈ കാലയളവ് അപവാദം വരാതെ ശ്രദ്ധിക്കണം. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത്. നമുക്ക് നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പോൾ ദൂരെ നിന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഈ മാസം മുഴുവനും. അതായത് 1200 വർഷത്തെ ചിങ്ങമാസ ഫലമാണ് പറയുന്നത്. ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ ജലധാര നടത്തുന്നത്, കൂവളമാല സമർപ്പിക്കുന്നതും പ്രദോഷം തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ പ്രായമായവരുണ്ടെങ്കിലും ഈ കാലയളവ് ആരോഗ്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ട, അര ഇവർക്ക് വക്രത്തിൽ 2-ലെ ശനിയുടെ സ്ഥിതി. 1200 ആണ്ടത്തെ ചിങ്ങമാസ ഫലമാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി ചിങ്ങത്തിലാണ്. അപ്പോൾ പരസ്പര ദൃഷ്ടി ദോഷകാലം. ശനി സൂര്യൻ്റെ ദൃഷ്ടിയിലേറ്റ് നിൽക്കിയാൽ അപ്പോൾ 2-ൽ ശനിയുടെ സ്ഥിതിയും 8-ൽ രവിയുടെ സ്ഥിതിയും അത്ര നന്നല്ല. പ്രത്യേകിച്ച് വാക്കുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയോഗം അത് കുടുംബകലഹം ഉണ്ടാക്കാനുള്ള അവസരം കാണുന്നു. ഏതിലും വളരെ ശ്രദ്ധ വേണം. അപകടം വരുത്തി വയ്ക്കരുത്. മാക്സിമം നമുക്ക് 5-ൽ വേടൻ ഉണ്ടെങ്കിലും രാശിക്കാണ് ദൃഷ്ടി വരുന്നത്. ശനിക്കും സൂര്യനും വേടൻ്റെ ദൃഷ്ടി വരുന്നില്ല. കുടുംബകലഹം വരാതെ ശ്രദ്ധിക്കുക. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത്. നമുക്ക് നിയമ നടപടി വരാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. വളരെ ശ്രദ്ധ വേണം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ലാഭവിഹിതം കുറയാനുള്ള അവസരം കാണുന്നു. കയ്യിരിപ്പ് വരാനുള്ള അവസരം കാണുന്നു. അത് പ്രത്യേകിച്ച് ഇരുമ്പ് സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ, ബിൽഡേഴ്സ്, പിന്നെ വർക്ക്ഷോപ്പ് മേഖല, ഇപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പെട്ടെന്നുള്ള പ്രൊമോഷൻ വരാനുള്ള അവസരമില്ല. ട്രാൻസ്ഫർ വരാനുള്ള അവസരമാണ് കാണുന്നത്. ദൂരയാത്ര ചെയ്ത് ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവഭഗവാന്
ജലധാര നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ കൂവളമാല സമർപ്പിച്ച് പ്രദോഷം തൊഴുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ കാലയളവ് അത്ര നന്നല്ല. അതിപ്പോൾ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അപവാദം വരാതെ ശ്രദ്ധിക്കുക. കൊടുക്കൽ വാങ്ങൽ, അതായത് ഇപ്പോൾ ഫൈനാൻസായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരൊക്കെ കൊടുക്കൽ വാങ്ങൽ വളരെ ശ്രദ്ധ വേണം. നമുക്ക് പറ്റിക്കപ്പെടാനുള്ള അവസരം കാണുന്നു, വളരെ ശ്രദ്ധ പുലർത്തുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. അവിട്ടാര, ചതയം, പൂരിട്ടാതി, മുക്കാല് ഇവർക്ക് രാശിയിലാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം. ഇനിയിപ്പം ഈ 1200 ആണ്ട് ചിങ്ങമാസ ഫലമാണ് പറയുന്നത്. അപ്പം രാശിക്ക് 7ാം ഭാവം സൂര്യൻ്റെ സ്ഥിതി, രാശിനാഥൻ ദൃഷ്ടി വരുന്നത് അത്ര നന്നല്ല. ആരോഗ്യമാണ് ഈ കാലയളവ് ശ്രദ്ധിക്കേണ്ടത്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധ വേണം. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് കാരകനായ സൂര്യൻ്റെ ദൃഷ്ടിയായിട്ട് രാശിക്ക് വരികയാൽ വളരെ ശ്രദ്ധ വേണം. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത്. നമുക്ക് നിയമ നടപടി വരാനുള്ള സാധ്യത കാണുന്നു ഈ കാലയളവ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പരീക്ഷാ വിജയം കൈവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു മാസ കാലയളവ്. പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധ വേണം. നമുക്ക് വ്യാഴൻ്റെ സ്ഥിതി 4-ലാണെങ്കിലും നമുക്ക് 10ാം ഭാവം ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ആഗസ്റ്റ് 26 ശേഷം കുജൻ്റെ സ്ഥിതി മിഥുനത്തിലാണ്. അപ്പോൾ 5ാം ഭാവം വരുന്നത് ബുദ്ധിക്ക് ഉണർവ് ഉണ്ടാക്കും. ഇല്ലീഗലായിട്ടൊന്നും പ്രവർത്തിക്കരുത്. പിന്നെ സെപ്റ്റംബർ 4 ശേഷം 5ാം ഭാവാധിപനായ ബുധൻ്റെ സ്ഥിതി, രവിയുടെ കൂടെ സഞ്ചാരം. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് ഒരു നല്ല ഇത് കാണുന്നുണ്ട്. എന്തായാലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. രാശി അധിപനെ ശനി, അതായത് രാശി അധിപനായ ശനിയെ ശത്രു ഗ്രഹമായ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നത് അത്ര നന്നല്ല. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക. പിന്നെ ജലജന്യ രോഗം പോലെ എന്തെങ്കിലും വരാനുള്ള സാധ്യത കാണുന്നു. ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. പ്രായമായവരിൽ, അത് കുട്ടികളിൽ വളരെ ശ്രദ്ധ വേണം. പരിഹാരാർത്ഥം പടിഞ്ഞാറ് ദർശനമുള്ള ശിവാമ്പലത്തിൽ ജലധാരയ്ക്ക് കൊടുക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും പ്രദോഷം തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. വളരെ ശ്രദ്ധ വേണം. അതായത് ഈ ഒരു മാസ കാലയളവ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. അപ്പോൾ 1200 വർഷം ചിങ്ങമാസ ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി കാല്, ഉത്രട്ടാതി രേവതി അടങ്ങുന്നതാണ് മീനക്കൂറ്. ഇവർക്ക് സൂര്യൻ രാശി മാറുന്നത് 6-ലാണ്. അപ്പോൾ 12-ൽ രവിയുടെ ദൃഷ്ടി വരെയാണ് ശനിക്ക്. അപ്പോൾ 12-ലെ ശനി വക്രഗതിയാണ്. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ജോലി ഭാരം കൂടും. ഇപ്പോൾ IT ഫീൽഡിലൊക്കെ നിൽക്കുന്നവർ, രാത്രിയൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് ഡബിൾ ജോലി വരാനുള്ള അവസരം കാണുന്നു. അത് പൊതുവെ പറയുകയാണെങ്കിൽ ജോലി ഭാരം കൂടും. അതിപ്പോൾ നേഴ്സിംഗ് മേഖലയിലുള്ളവർക്കാണെങ്കിലും ജോലി ഭാരം കൂടുന്ന സമയമാണ്. പിന്നെ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അലച്ചിൽ കൂടുന്ന സമയമാണ് ഈ സമയം. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് ഈ കാലയളവ് ലാഭവിഹിതം കുറയും. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഈ സമയം. പിന്നെ മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിലൊക്കെ ഇപ്പോൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർ, പോലീസ് വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് ട്രാൻസ്ഫർ ഇത്യാദി വരാനുള്ള അവസരം കാണുന്നു. അവർക്കും നൈറ്റ് ഡ്യൂട്ടി വരാനോ ജോലി ഭാരം കൂടാനുള്ള അവസരം കാണുന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം. നമുക്ക് എന്തെങ്കിലും അപവാദം വരാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ ഒരു മാസ കാലയളവ് വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് അലസതയാണ് കാണുന്നത്. ചിലപ്പം പെട്ടെന്നുള്ള ഒരു അസുഖം വരാനോ വീട്ടിൽ വന്ന് തങ്ങാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം ശ്രീ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നതും കൂവളമാല സമർപ്പിച്ച് പ്രദോഷം തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ആഗസ്റ്റ് 26 ശേഷം കുജൻ്റെ മാറ്റം മിഥുനത്തിലാണ്. അത് നമുക്കത്ര നന്നല്ല. വളരെ ശ്രദ്ധ വേണം. എന്തുകൊണ്ടും ഈ കാലയളവ്, ഈ ഒരു മാസ കാലയളവ് മീനക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം, പ്രായമായവരുണ്ടെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുക. ശുഭമസ്തു.